പ്രിയപ്രേക്ഷകരെ, വയനാട് കള്ളാടിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം, അതിന്റെ കാരണം ആരാണ്? അല്ലെങ്കിൽ അതൊരു മനുഷ്യനിർമ്മിതമായ അപകടമായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധിയാണ്. അതിൽ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾ നേരത്തെ തന്നെ ന്യൂസ് ടെൻസിലൂടെ പുറത്തുവിട്ടതാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിലേക്ക് പോകുമ്പോൾ, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ, അതെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ മുൻ ചീഫ് സെക്രട്ടറി തള്ളിക്കളയുന്ന സമീപനം സ്വീകരിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ അന്ന് പുറത്തുവിട്ടിരുന്ന വിവരം. അതിനോട് ചേർത്ത് വെക്കുന്ന മറ്റു ചില ഇൻപുട്ടുകൾ കൂടിയുണ്ട് എന്നതാണ്. അതായത് നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി പാസാക്കിയെടുത്ത വിഷയം, അത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അങ്ങേയറ്റം ഗൗരവതരമാകുന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് ഈ യോഗത്തിന്റെ അജണ്ട, ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അത് നേരത്തെ തന്നെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അതിൽ അഭിപ്രായങ്ങൾ ഒക്കെ മനസ്സിലാക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോഴിതാ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്, ഈ യോഗത്തിന്റെ അജണ്ടയുടെ പകർപ്പുകൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ഈ യോഗം നടക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ അജണ്ടയിലാകട്ടെ ഈ തുരങ്കപാത വിഷയം ഉണ്ടായിരുന്നതേ ഇല്ല എന്നത് തന്നെയാണ് മറ്റൊന്നായി എടുത്തു കാണിക്കേണ്ടത്. അജണ്ടയിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് MSc എൽസ, അതോടൊപ്പം തന്നെ കോവിഡ്, ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യോഗം ചേരുന്നു എന്നതായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിച്ചത്. എന്നാൽ ഈ അജണ്ടയിലില്ലാത്തൊരു വിഷയം അവതരിപ്പിക്കുകയും അങ്ങനെ അത് അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെയും മുൻ ചീഫ് സെക്രട്ടറിയുടെയും ഈ ഇടപെടൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൂടിയാണ് ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്താണ്? എല്ലാ വികസന പദ്ധതികളുടെയും DPRൽ പ്രകൃതി ദുരന്ത ആഘാത വിലയിരുത്തൽ നിർബന്ധമായും ഉണ്ടാകണം എന്നത് ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശമാണ് എന്നത് കൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുകളെപ്പോലും ലംഘിക്കുന്ന ഒന്നാണ് എന്നത് എടുത്തു പറയേണ്ടത്. അതായത് ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ ദുരന്ത നിവാരണ നിയമത്തിലെ 18, 22 വകുപ്പുകൾ പ്രകാരം നിയമവിരുദ്ധമാണ് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ശരണ്യ സ്നേഹിതനാണ് ഇപ്പോൾ ചേരുന്നത്. ശരണ്യ, നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്, ഈ വിഷയത്തിൽ മുന്നറിയിപ്പുകൾ സർക്കാർ ലംഘിച്ചു, പിണറായി വിജയൻ സർക്കാർ ലംഘിച്ചു, അനാവശ്യമായൊരു തിടുക്കം കാണിച്ചു എന്നുള്ളത്. ഇപ്പോഴിതാ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട അജണ്ടയിൽ പോലും വന്നിട്ടില്ല ഈ തുരങ്കപാത. അവിടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇതൊന്നും പരിശോധിക്കേണ്ടതില്ല എന്ന ടോപ്പിക്ക് അവതരിപ്പിച്ചത്, പാസ്സാക്കിയെടുത്തത്. സ്വാഭാവികമായും അന്നത്തെ ചീഫ് സെക്രട്ടറി ആയ AG ജയതിലകാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ, ജയതിലക് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സർക്കാരിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എന്തിന് ജയതിലക് എടുത്തു എന്നതാണല്ലോ പ്രസക്തമാകുന്നത്. എന്ത് സമ്മർദ്ദമായിരുന്നു ജയതിലകിന് ഉണ്ടായിരുന്നത്? ആർക്കു വേണ്ടിയായിരുന്നു ഇത്തരം ഇല്ലാത്ത വിഷയങ്ങളടക്കം അജണ്ടയിൽ ഉൾപ്പെടുത്തി അത് പാസ്സാക്കിയെടുത്തത്? അഭിലാഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. അതായത് കള്ളടിയിൽ അപകടം നടന്ന് 8 പേർ മരണപ്പെട്ട ഒരു വർക്ക് സൈറ്റിലാണ് ഇത്തരത്തിൽ ആ ഒരു നിർമ്മാണത്തിന്റെ കാര്യങ്ങളിലാണ് ഇത്രയധികം വിട്ടുവീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു വിട്ടുവീഴ്ച എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട് ആവശ്യപ്പെട്ടിട്ട് പോലും ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് നടത്താൻ തീരുമാനിച്ച KSDMA എന്ന ഒരു സംവിധാനത്തെ, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന സംവിധാനത്തെ പൂർണ്ണമായി നിശ്ചലമാക്കിക്കൊണ്ട് മുൻ സർക്കാരും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം, അതായത് KSDMAയുടെ തലപ്പത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകും അതിനുവേണ്ടി ഇടപെട്ടു എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. വയനാട് ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഇതിനകത്ത് ഒരു നമ്മളുടേതായ ഒരു പഠനം ആവശ്യമുണ്ട് എന്ന് അവർ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് KSDMA ഈ വിഷയം അന്വേഷിക്കാനും പരിശോധിക്കാനുമായി തീരുമാനിച്ചത്. എന്നാൽ ആ ഫയലുകൾ മടക്കി അയക്കണമെന്ന് KSDMAയുടെ അധികാര
കേരളത്തെ കൂടി കവർന്നുകൊണ്ടാണ് അന്ന് ആ വകുപ്പിന്റെ അല്ലെങ്കിൽ KSDMയുടെ ചുമതലയിലുള്ള അതിന്റെ പ്രധാന ചെയറായ ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. അത് എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ നിയമം മറികടന്നുകൊണ്ട് ആ ഫയലുകൾ മടക്കി എന്നുള്ളതായിരുന്നു നമ്മൾ ഉയർത്തിയ ചോദ്യം. രണ്ടാമതായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് നമുക്കറിയാം ഈ KSDMയുടെ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം ചേരുക എന്നൊക്കെ പറഞ്ഞാൽ ആ യോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരു യോഗം ചേരുന്ന ഘട്ടത്തിൽ അതിനകത്ത് ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അതിന്റെ അജണ്ട ചർച്ച ചെയ്യണം. ആ അജണ്ട ചർച്ച ചെയ്ത് ആ വിഷയങ്ങൾ പാസ്സാക്കേണ്ട ഒരു യോഗമാണ് എക്സിക്യൂട്ടീവ് യോഗം. ആ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ അടിസ്ഥാന വികസനം നടത്തേണ്ട ഒരു പദ്ധതിയാണ് കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഈ തുരങ്ക പാത നിർമ്മാണം. ആ വിഷയത്തിനകത്ത് ആ ഒരു അജണ്ട പോലും ആ മിനിറ്റ്സിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗത്തിൽ അവർ ഒരു വിഷയം അത് പാസ്സാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായും അത് നേരത്തെ തന്നെ പഠനങ്ങൾക്ക് വിധേയമാക്കണം, ആ വിഷയം ചർച്ച ചെയ്യണം. അതിനുശേഷമാണ് ഈ വിഷയം യോഗത്തിൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കി എടുക്കുന്നത്. എന്നാൽ ഈ 3/6/2025 നമുക്കറിയാം ചീഫ് സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് നിയമങ്ങൾ മറികടന്നുകൊണ്ട് ആ യോഗത്തിൽ ഈ ഫയലുകൾ മടക്കാനായി തീരുമാനമെടുക്കുന്നത്. അതിന് മുൻപ്, അതായത് അതിന് തൊട്ട് മുമ്പ് തലേ ദിവസം 2-ാം തീയതി മാത്രമാണ് ഇതിന്റെ അജണ്ട എന്താണ് എന്നുള്ള ഒരു മിനിറ്റ്സിന്റെ ഈ യോഗത്തിന്റെ അജണ്ട എന്തെന്നുള്ളതിന്റെ സർക്കുലറുകൾ വിവിധ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് പോയ ആ സർക്കുലറിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ KSDMയുടെ കൈവശം ഇരിക്കുന്ന ഫയലുകൾ ചർച്ചയാക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ആ വിഷയത്തിന്റെ എന്താണ് നിലവിലത്തെ സ്ഥിതി എന്ന് പോലും പരിശോധിക്കാതെ, അത് അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ 3-ാം തീയതി അത് യോഗത്തിന്റെ അജണ്ടയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയാസ്പദമായ കാര്യം. അത് നമുക്കറിയാം ആ യോഗത്തിൽ ഇതിന് മുന്നോടിയായി ഉണ്ടായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. അതായത് ഈ DDMA വയനാട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട്, ഈ KSDMAക്ക് ഈ വിഷയത്തിൽ, അതായത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സാങ്കേതികമായ പഠനം കൂടി നടത്തേണ്ടതുണ്ട്. അവിടെ ഒരു ക്ലിയറൻസിന് വേണ്ടിയല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം മുണ്ടക്കയും ചൂരൽമയും മലയും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണം നടത്തുമ്പോൾ നമ്മൾക്ക് സ്വന്തമായ ഒരു പഠനം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DDMA വയനാട് 16/10/2024 KSDMA സമീപിക്കുന്നത്. KSDMA ഈ വിഷയത്തിനകത്ത് ഈ തുരങ്ക നിർമ്മാണം നമുക്കറിയാം എല്ലാ പദ്ധതികളിലേക്കും കടക്കുന്നതിന് മുമ്പ് അതാത് പദ്ധതികൾ നടത്തുന്ന കമ്പനികൾ അവരുടെ ഈ ഹൈക്കോടതി നൽകിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഈ നിർമ്മാണത്തിന്റെ സുരക്ഷിതത്വം ഒപ്പം തന്നെ പാരിസ്ഥിതിക സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായുണ്ട്. എന്നാൽ ആ ചെക്ക് ലിസ്റ്റ് ഈ കേസിനകത്ത് കൊടുക്കാനായി അവർ തയ്യാറായില്ല എന്നുള്ളതാണ് കൊടുത്തു. ചെക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് KSDMA 21/11 ഈ കൊങ്കൺ റെയിൽവേയോട് ഇത് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനുശേഷം ഇതിന്റെ ഒരു DDMA 1/3/2025 ഈ ചെക്ക് ലിസ്റ്റ്, അതായത് ചെക്ക് ലിസ്റ്റ് സമർപ്പിക്കുന്ന DDMA വയനാടിനാണ്. വയനാട് ഈ ചെക്ക് ലിസ്റ്റ് KSDMയുടെ മുന്നിലേക്ക് 1/3/2025 എത്തിക്കുന്നു. അതിനുശേഷം 27/5/2025, അതായത് ഈ 1/3 എത്തിച്ച ശേഷം മീറ്റിംഗ് നോട്ടീസ്, KSDMയുടെ മീറ്റിംഗ് നോട്ടീസ്, അതായത് കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ, DDMയുടെ വയനാട്ടിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ KSDMA, അതായത് ഇവർ നൽകിയ ചെക്ക് ലിസ്റ്റിന്മേൽ ചില കാര്യങ്ങളിൽ, അതായത് പാരിസ്ഥിതിക വിഷയങ്ങളിൽ ചില സംശയങ്ങൾ KSDMയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ യോഗത്തിന്, അതായത് യോഗം വിളിച്ചു ചേർക്കാനായി നോട്ടീസ് 13/5/2025 KSDMA ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ആ നോട്ടീസിൽ യോഗം വിളിച്ചു ചേർത്ത് എത്താമെന്ന് കൊങ്കൺ റെയിൽവേയും DDMA വയനാടും അറിയിച്ച് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേർന്ന് ഈ പാരിസ്ഥിതിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതികമായ ആഘാതങ്ങൾ സംബന്ധിച്ച KSDMയുടെ സംശയത്തിന് മറുപടി പറയാൻ അല്ലെങ്കിൽ അത് വ്യക്തത വരുത്താൻ ഇരിക്കെ, അതിൽ അവരുടെ കൂടി സജഷൻ നൽകാൻ ഇരിക്കെയാണ് 27, അതായത് യോഗം ചേരുന്നതിന്റെ തലേ ദിവസം കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ 27/5/2025 അറിയിക്കുന്നു തങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുവരെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് നമുക്കറിയാം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉള്ളത് വിവിധ വകുപ്പുകളുടെ മേധാവികളാണ് സംസ്ഥാനത്തെ. ആ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ള യോഗം വിളിച്ച് ചേർക്കാൻ തീരുമാനം 13-ാം തീയതി നൽകിയ നോട്ടീസിന്മേൽ ഈ 28-ാം തീയതി യോഗം നടക്കാനിരിക്കെ 27-ാം തീയതി കൊങ്കൺ റെയിൽവേ അറിയിക്കുന്നു തങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിന് ചില മീറ്റിംഗുകൾ പങ്കെടുക്കുന്നതിനാൽ
കഴിഞ്ഞാൽ ഇത്രയും പ്രധാനപ്പെട്ട യോഗത്തിൽ അവർക്ക് എത്താൻ കഴിയില്ല എന്ന് അതിന്റെ തലേ ദിവസമാണ് അറിയിക്കുന്നത്. പിന്നീടാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളക്കളികൾ വരുന്നത്. ഈ 27-ൽ ഇവർ ഇത് അറിയിക്കുന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ളത് എന്താണ്? അതായത് 27-ാം തീയതി മെയ് മാസം 27-ാം തീയതിയാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നതെങ്കിൽ ജൂൺ മാസത്തിൽ അപ്രതീക്ഷിതമായി ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. അതായത് അപ്പോൾ പാരിസ്ഥിതികമായ അനുമതിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ചില സംശയങ്ങൾ നിലനിൽക്കെയാണ് ആ യോഗം വിളിച്ചു ചേർക്കാനിരിക്കെ ആ യോഗം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യപ്പെടുകയും ചീഫ് സെക്രട്ടറി 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, വളരെ തിടുക്കം കാണിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 3/6/2025 ഒരു യോഗം വിളിക്കുന്നു. അതായത് ദിവസങ്ങൾ മാത്രം വ്യത്യാസത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ യോഗത്തിലാണ് ഇത്രയധികം നിയമങ്ങൾ മറികടന്നുള്ള അനുമതികൾ അല്ലെങ്കിൽ ആ നിയമം പ്രകാരം അദ്ദേഹം പാസാക്കി, ഏകപക്ഷീയമായി അദ്ദേഹം പാസാക്കി എടുത്തു എന്ന് പറയുമ്പോഴാണ് അതിന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർ കൂടിയായ ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ അതിൽ വാക്കാൽ അതിലുള്ള ടിങ്കു ബിശ്വാൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഉൾപ്പെടെയുള്ളവർ വിയോജിപ്പ്, 2 ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ ഇതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇടപെടേണ്ടതില്ല. അതായത് ക്ലിയറൻസ് നൽകുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, മറിച്ച് അത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞൊഴിയുന്നു. പക്ഷേ ക്ലിയറൻസ് എന്ന് പറയുന്ന കാര്യം ഇവിടെ എവിടെയും ചർച്ചയ്ക്ക് വന്നിരുന്നില്ല. ക്ലിയറൻസ് നൽകേണ്ടത് KSDMA അല്ല. പക്ഷെ സംസ്ഥാനത്ത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതായത് സംസ്ഥാനത്ത് അടിസ്ഥാന എല്ലാ വികസന പദ്ധതികളുടെയും DPR പ്രകൃതി ദുരന്ത ആഘാത വിലയിരുത്തൽ നിർബന്ധമായും ബന്ധപ്പെട്ട വകുപ്പ് അതിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തലും വിലയിരുത്തലും ബന്ധപ്പെട്ട വകുപ്പിന് ഉണ്ടായിരിക്കണമെന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തെ പോലും മറികടന്നുകൊണ്ടാണ് KSDMA എന്ന കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് 18, 22 എന്നീ വകുപ്പുകൾ നിയമം മൂലം ഈ ഒരു അനുമതി KSDMAക്ക് അവകാശം നൽകുന്നുണ്ടെങ്കിൽ ആ വകുപ്പുകളെ പോലും മറികടന്ന് അനധികൃതമായ, അതായത് നിയമം മറികടന്ന് തന്നെയാണ്, തെറ്റായി തന്നെയാണ് ചീഫ് സെക്രട്ടറി ജയതിലക് അതിനകത്തൊരു ഡിസിഷൻ എടുത്തത് എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയായിരുന്നു ആ ഡിസിഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈ അജണ്ട, അതായത് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നെങ്കിൽ ഈ അജണ്ട കൂടി പുറത്തു വരുമ്പോൾ ഏറ്റവും സുപ്രധാനമായ വിഷയം അടിസ്ഥാന വികസനത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വരേണ്ട കൊങ്കൺ ഇരട്ട തുരങ്കപാത പോലെയുള്ള ഒരു നിർമ്മാണം, വയനാടിൽ മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നതിന് ശേഷം വയനാട് അത്ര സുരക്ഷിതമല്ല എന്ന ഉറപ്പ് എല്ലാവരിലും ഉള്ള ഘട്ടത്തിൽ എന്തുകൊണ്ട് സംസ്ഥാനത്ത് ഒരു ഭരണ സംവിധാനം KSDMA പോലെയുള്ള ഒരു സംവിധാനത്തിന് ഇതൊക്കെ സ്റ്റഡി ചെയ്യാനും ഇതിന് സുരക്ഷിതമായി ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവസരമുണ്ടായിട്ടും അതിനെ ഒഴിവാക്കി നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കും, നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ടതില്ല എന്ന് നിയമം മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറി ജയതിലക് തീരുമാനമെടുത്തത് എന്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒപ്പം തന്നെ വരുന്ന, അതായത് നേരത്തെ തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നതാണ്. വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതായത് ഇത്തരം പാരിസ്ഥിതിക ആഘാതം പഠനത്തിൻ്റെ ആവശ്യകതയുള്ള ഇടങ്ങളിൽ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾ പഠനം നടത്തേണ്ടതില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയോട് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിൽ, മുണ്ടക്കൈ ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടായിട്ട് അധികകാലമായില്ല എന്നുകൂടി ഇരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് മുൻ സർക്കാർ സ്വീകരിച്ചത്? അതും ചീഫ് സെക്രട്ടറി തന്നെ അതിൽ തീരുമാനം എടുത്തത് എന്തിനാണ്? അതോടൊപ്പം തന്നെയാണ് ഈ ചോദ്യവും ചേർത്ത് വയ്ക്കുന്നത്. അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയം വളരെ പെട്ടെന്ന് അവതരിപ്പിക്കേണ്ട പശ്ചാത്തലം എന്തായിരുന്നു? മാത്രമല്ല മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തലേ ദിവസം മാത്രം ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അങ്ങനെ നൽകിയപ്പോൾ പോലും ഈ വിഷയം അജണ്ടയിൽ ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും അതിൽ കൃത്യമായ ചില താല്പര്യങ്ങളോട് കൂടിയുള്ള തീരുമാനം അടിയന്തരമായി എടുക്കുകയും ചെയ്തത്? സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വേണ്ടിയാണോ? തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതായി വരും മുൻ സർക്കാരിന്, ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിലും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്.